കഥ തുടങ്ങുമ്പോൾ സത്യയ്ക്ക് അടുത്തുള്ള വീട്ടിലെ കുട്ടിയായ അമ്മു സിൻഡ്രല്ലയുടെ കഥ ബുക്കിൽ നോക്കി വായിച്ചു കൊടുക്കുകയാണ്. സത്യ ആ കഥ കേട്ട് ജോലികൾ ചെയ്യുന്നു. സത്യയുടെ അച്ഛൻ 2 ഭാര്യമാരാണ്. ആദ്യത്തെ ഭാര്യയുടെയും 2 മക്കളുടെയും കൂടെയാണ് സത്യ ഇപ്പോൾ താമസിക്കുന്നത്. ഒരു ആക്സിഡന്റിൽ സത്യയുടെ അച്ഛനും അമ്മയും മരിച്ചു. അതിനുശേഷം സത്യയുടെ രണ്ടാനമ്മയും സഹോദരിമാരും സത്യയെ ജോലിക്കാരിയെ പോലെയാണ് നോക്കുന്നത്. ഈ സമയം അമ്മുവിനോട് സത്യ കഥയിൽ പറഞ്ഞതെല്ലാം നടന്ന സംഭവമാണോ എന്നൊക്കെ ചോദിക്കുന്ന സമയം അവിടെ വരുന്ന സഹോദരിമാർ അമ്മുവിനെ അവിടെ നിന്ന് ഓടിച്ചു വിടുകയും രണ്ടാനമ്മ സത്യയെ ജോലി ചെയ്യാത്തതിന് വഴക്ക് പറയുകയും ചെയ്യുന്നു. ശേഷം വിഷമം വരുന്ന സത്യ ആ കഥ സത്യമായിരുന്നെങ്കിൽ എന്ന് മനസ്സിൽ പറഞ്ഞ് ജോലിയെല്ലാം ചെയ്ത ശേഷം ഉറങ്ങാൻ കിടക്കുകയാണ്. 12 മണിയാകുമ്പോൾ ഒരു കാറിന്റെ ഹോണടി കേട്ട് എഴുന്നേൽക്കുന്ന സത്യ ആരും അറിയാതെ പുറത്തു പോവുകയാണ്. അപ്പോൾ അവിടെ ഒരു കാർ നിൽക്കുന്നത് കാണുന്ന സത്യ കാറിന്റെ അടുത്ത് പോകുമ്പോൾ സത്യ രാജകുമാരിയെ പോലെ മാറുകയാണ്. തന്റെ വേഷം മാറിയത് കണ്ട് ഒത്തിരി സന്തോഷത്തോടെ നിൽക്കുന്ന സത്യ ആ കാറിന്റെ അകത്ത് കയറുകയും കാറ് ആകാശത്തൂടി പറന്നു പോവുകയും ചെയ്യുന്നു. അടുത്ത സീനിൽ സുന്ദരമായ ഒരു സ്ഥലത്ത് എത്തുന്ന സത്യയോട് താൻ പ്രിൻസ് ആണെന്നും മായാലോകത്തെ രാജാവാണെന്നും എന്ത് ആഗ്രഹം വേണമെങ്കിലും സാധിച്ചു തരാമെന്നും പറയുന്ന സമയം പ്രിൻസ് ഒരു ചെകുത്താനായി മാറുകയാണ്. പക്ഷേ സത്യ നോക്കുമ്പോൾ ചെകുത്താൻ പ്രിൻസായി മാറുന്നു. നേരെ വെളുക്കാറാവുമ്പോൾ തിരിച്ചു വരുന്ന സത്യക്ക് പ്രിൻസ് ഒരു ഡയമണ്ട് ബ്രേസ്ലെറ്റ് കൊടുക്കുകയാണ്. എന്നിട്ട് പ്രിൻസ് വാങ്ങിക്കൊടുത്ത ഗിഫ്റ്റ് എടുത്തുകൊണ്ട് സത്യ വീട്ടിന്റെ അകത്തേക്ക് പോവുകയാണ്. അടുത്ത സീനിൽ രാവിലെ സത്യയുടെ റൂമിൽ ഗിഫ്റ്റ് ഇരിക്കുന്നത് കാണുന്ന സഹോദരിമാരും രണ്ടാനമ്മയും പ്രശ്നമുണ്ടാക്കുകയാണ്. സത്യയുടെ കയ്യിൽ കെട്ടിയിരിക്കുന്ന ഡയമണ്ട് ബ്രേസ്ലെറ്റ് കാണുന്ന അവർ ഇതെല്ലാം എവിടെ നിന്ന് മോഷ്ടിച്ചതാണെന്നൊക്കെ ചോദിച്ച് രണ്ടാനമ്മ സത്യയെ ഉപദ്രവിക്കുകയാണ്. ഗിഫ്റ്റ് എല്ലാം സ്വപ്നയുമായി എടുത്തുകൊണ്ട് പോവുകയാണ്. അന്ന് രാത്രി 12 മണിയാകുമ്പോൾ പ്രിൻസ് വരികയും സത്യയുടെ വേഷം മാറ്റി രാജകുമാരിയാക്കുകയും കാറിൽ കയറ്റി കൊണ്ടുപോവുകയും ചെയ്യുന്നു. ഇതെല്ലാം വിൻഡോയിലൂടെ മായ കാണുകയാണ്. അതുപോലെ പ്രിൻസ് സത്യക്ക് സുന്ദരമായ സ്ഥലങ്ങളെല്ലാം കാണിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ സത്യ പ്രിൻസിനോട് ചേച്ചിമാർക്ക് പ്രിൻസ് കൊടുത്ത ഗിഫ്റ്റ് എല്ലാം കൊടുത്തു എന്നും അവർക്ക് എന്നോട് ഒത്തിരി സ്നേഹമാണെന്നൊക്കെ കള്ളം പറയുകയാണ് സത്യ. യഥാർത്ഥ സത്യ അറിയാവുന്നത് കൊണ്ട് പ്രിൻസ് ചിരിച്ചു നിൽക്കുകയാണ്. ശേഷം പതിവ് പോലെ അവർ ഗിഫ്റ്റ് കാണുകയും രണ്ടാനമ്മ സത്യയെ ഉപദ്രവിക്കുകയും ഗിഫ്റ്റ് എല്ലാം മായി സ്വപ്നം എടുത്തുകൊണ്ട് പോവുകയും ചെയ്യുന്നു. ശേഷം അന്ന് രാത്രി 12 മണിയാകുമ്പോൾ പ്രിൻസ് വരികയും പ്രിൻസിന്റെ അടുത്തേക്ക് സത്യ പോകാൻ നോക്കുമ്പോൾ ആരോ സത്യയുടെ റൂം ലോക്ക് ചെയ്യുകയാണ്. തുടർന്ന് പ്രിൻസിന്റെ കൂടെ കാറിൽ മായ കയറുകയാണ്. മായ പ്രിൻസിനോട് സത്യയാണ് ഇന്ന് മായയോട് പോകാൻ പറഞ്ഞതെന്നും സത്യ പ്രിൻസിനെ പറ്റി പറഞ്ഞിട്ടുണ്ടെന്നൊക്കെ പറയുകയാണ്. ശേഷം കാറ് പറന്നു പോവുകയാണ്. കാറ് പറന്നു പോകുന്നത് വിൻഡോയിലൂടെ കാണുന്ന സത്യ വിഷമത്തോടെ നിൽക്കുകയാണ്. ഈ സമയം മായ പ്രിൻസിനോട് സത്യക്ക് കൊടുത്തതുപോലെ എനിക്കും ഗിഫ്റ്റ് തരുമോ എന്ന് ചോദിക്കുമ്പോൾ മായയ്ക്ക് പ്രിൻസ് ഗോൾഡിന്റെ ബ്രേസ്ലെറ്റ് കൊടുക്കുകയാണ്. അപ്പോൾ പ്രിൻസ് ചെകുത്താന്റെ രൂപത്തിലാവുന്നത് കണ്ട് പേടിക്കുകയാണ് മായ. അടുത്ത ദിവസം മായയെ കാണാത്തത് കൊണ്ട് എല്ലാവരും വിഷമിച്ചിരിക്കുകയാണ്. ടിവിയിൽ പെൺകുട്ടികളെ രാത്രിയിൽ കുറെ സ്ഥലങ്ങളിൽ നിന്ന് കാണാതാകുന്നുണ്ട് എന്ന ന്യൂസ് കേട്ട് പേടിച്ചു നിൽക്കുകയാണ് സത്യ. തുടർന്ന് മാർക്കറ്റിൽ പോകുന്ന സത്യ പ്രിൻസിന്റെ കാറിന്റെ ഡ്രൈവറെ കാണുകയും സത്യയെ കാണുന്ന ഡ്രൈവർ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുമെങ്കിലും സത്യയുടെ മുമ്പിൽ പെട്ടുപോകുന്ന ഡ്രൈവർ സത്യയോട് പ്രിൻസ് ഒരു ചെകുത്താനാണെന്നും അയാളുടെ ഭാര്യയെയും പ്രിൻസ് ഗോൾഡ് ബ്രേസ്ലെറ്റ് കൊടുത്ത് മയക്കി പ്രിൻസിന്റെ ലോകത്തേക്ക് കൊണ്ടുപോയി എന്നും അയാളുടെ ഡ്രൈവർ ആയാൽ വൈഫിനെ തിരിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞു എന്നും പെൺകുട്ടികളുടെ മനസ്സ് വായിക്കാൻ പ്രിൻസിന് കഴിയുമെന്നൊക്കെ പറയുകയാണ് രഘു. അന്ന് രാത്രി അതുപോലെ വരുന്ന പ്രിൻസിന് സത്യയ്ക്ക് എല്ലാം മനസ്സിലായ കാര്യം മനസ്സിലാവുകയാണ്. എന്നിട്ട് സത്യയ്ക്ക് ഡയമണ്ട് ബ്രേസ്ലെറ്റ് ഇട്ട് കൊടുത്തിട്ട് ചെകുത്താന്റെ രൂപത്തിലാവുന്ന പ്രിൻസിനോട് മായയെ കാണണമെന്ന് സത്യ പറയുമ്പോൾ പ്രിൻസ് സത്യയെ മായയുടെ അടുത്തേക്ക് കൊണ്ടുപോകുന്നു. അവിടെ കുറെ പെൺകുട്ടികൾ ഉണ്ടായിരുന്നു. പ്രിൻസ് സത്യയോട് നിങ്ങളുടെ സൗന്ദര്യമാണ് എന്റെ എനർജി എന്നും ചുറ്റും സൗന്ദര്യമുള്ളപ്പോൾ എന്റെ ആയുസ് കൂടുമെന്നും എല്ലാവരെക്കാളും സത്യ സുന്ദരി ആയതുകൊണ്ടാണ് സത്യക്ക് മാത്രം ഡയമണ്ട് ബ്രേസ്ലെറ്റ് തന്നതെന്നും പറയുകയാണ്. കുറച്ചു കഴിയുമ്പോൾ ആ പെൺകുട്ടികളുടെ അടുത്ത് വരുന്ന പ്രിൻസ് ഞെട്ടുകയാണ്. കാരണം പെൺകുട്ടികളുടെ മുഖമെല്ലാം വികൃതമായിരിക്കുകയാണ്. ആ സമയം അവിടെ വരുന്ന സത്യയുടെ മുഖവും അങ്ങനെ തന്നെയാണ്. സത്യ രഘുവിനെ കൊണ്ട് കരി വാങ്ങിച്ചാണ് ഇതെല്ലാം ചെയ്തത്. വികൃതമായ രൂപം കാണുന്ന ചെകുത്താന്റെ ശക്തിയെല്ലാം പോവുകയും ചെകുത്താൻ ഇല്ലാതാവുകയും ചെയ്യുന്നു. അപ്പോൾ സത്യയുടെ അടുത്ത് മായ വരികയും സത്യയോട് സോറി പറയുകയും ചെയ്യുകയാണ്. അതുപോലെ ഡ്രൈവറുടെ ഭാര്യയും രക്ഷപ്പെടുന്നു. എല്ലാ പെൺകുട്ടികളെയും രക്ഷപ്പെടുത്തി സന്തോഷത്തിൽ സത്യ നിൽക്കുന്നതും കാണിച്ച് ഈ കഥ അവസാനിക്കുന്നു.